വളരെയധികം നന്ദിയുണ്ട് ഇവിടെ ഈ ഒരു ചെറിയ വേദിക്ക് ക്ഷണിച്ചതും ചെറിയൊരു ഡിസ്കഷൻ എന്ന രീതിയിൽ താങ്ക് യു ഒരുപടി. അപ്പം എല്ലാവരും വളരെയധികം നന്ദിയുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാഹിത്യത്തെക്കുറിച്ചിട്ടും സിനിമയെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നതൊക്കെ. കാരണം ഞാൻ ആ കൂടിയിട്ട് മിസ് ചെയ്യുന്നത് ഇവിടെ യങ്സ്റ്റേഴ്സിനാണ്. ചെറുപ്പക്കാർ കുറച്ചും കൂടി കേട്ടോ ചെറുപ്പക്കാർ കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ട്. അതെ, നിങ്ങളെക്കാളും ചെറുപ്പമുള്ള ഒരു പൊടിക്കും കൂടി അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഫിലിം സൊസൈറ്റീസിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും വളരെ പ്രായമുണ്ടായിരുന്നു. എനിക്ക് പ്രായമായിരുന്നു എന്നാലും പക്ഷെ നമ്മൾ ഈ ഒരു യങ്സ്റ്റേഴ്സിനെ കൂടി അഡ്രസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് തോന്നണം. അതെ നമ്മള് ഭയങ്കര എഫേർട്ട് എടുക്കണം. ഞാനിപ്പോ എന്റെ ചില ചിന്തകൾ പറയാം. അപ്പോ ചില സംവിധാന സാഹിത്യ ചിന്തകൾ എന്നാണ് നമ്മുടെ വിഷയം. അപ്പോ ഇതിൽ നമുക്ക് കുറെ അധികം ഏറെ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പോയി നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് ഇതിനെ കുറിച്ചുള്ള ചില ഒബ്സർവേഷൻസും അത്തരത്തിലുള്ള സംഭവങ്ങളും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഷെയർ ചെയ്യാം. ഇവിടെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നേനെ. ഒരു സിനിമ കാണിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അധികം സംസാരിക്കേണ്ടി വന്നില്ല. സിനിമ പലരും സംസാരിക്കുക, പിന്നെ നിങ്ങൾ ചോദ്യങ്ങളായി അല്ലെങ്കിൽ നിങ്ങൾ സംസാരങ്ങളായി. അപ്പോൾ ഇതിപ്പോ ഞാൻ ആദ്യം തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ സാറ് പറഞ്ഞത് നാടകത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ലോക നാടകത്തെ കുറിച്ചും അതുപോലെ തന്നെ കുടിയേറ്റത്തെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സാഹിത്യ ഇപ്പോ എനിക്ക് സാഹിത്യം വേണമെങ്കിൽ ചെയ്യാവുന്നത് അഡാപ്റ്റേഷനെ കുറിച്ചിട്ട് സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ ഏതെന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫീച്ചർ ഫിലിം അത് ഹരീഷിന്റെ ഒരു 3 ചെറുകഥകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ 3 ചെറുകഥകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ ഫിലിമാണ്. അപ്പോൾ അത് ചെറുകഥയിൽ നിന്ന് തിരക്കഥയാക്കിയിട്ട് അതിനുശേഷം സിനിമ ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഈ കുടിയേറ്റത്തെ കുറിച്ചിട്ടുള്ള ഡോക്യുമെന്ററിയെ കുറിച്ച് സംസാരിക്കാം. ഞാൻ ഇപ്പോൾ ജനറലി ഞാൻ വളരെ ചെറുതായിട്ട് രീതിയിൽ സംസാരിക്കും എന്ന് നോക്കാം. ഞാൻ FTAയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ക്ലാസ് വർക്ക്ഷോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു മണിക്കോളാണ്. മണിക്കോൾ ഇന്ത്യൻ അവോഗാഡ് ഫിലിമിൻ്റെ ഒരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡയറക്ടറിനെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം കുറേ വർഷം ഇന്ത്യക്ക് പുറത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് FTAയിൽ വരി ഒരു മാസത്തോളം 1.5 മാസത്തോളം മാസ്റ്റർ ക്ലാസ് വർക്ക്ഷോപ്പ് കിട്ടി. ഇപ്പോൾ ഞങ്ങൾ ഫൈനൽ ഇയറിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പ് ഭയങ്കര രസമുള്ള വർക്ക്ഷോപ്പായിരുന്നു. നല്ല രസമുള്ള സംഭാഷണങ്ങൾ. അതായത് സിനിമയെ കുറിച്ചിട്ടുള്ളതിനുപരി സാഹിത്യത്തെ കുറിച്ചിട്ട് സംസാരിക്കും, ഫിലോസഫി, പെയിന്റിങ്, മ്യൂസിക്. പക്ഷെ ഇതെല്ലാം അവസാനം എത്തിച്ചേർന്ന സിനിമയ്ക്കാണ്. ഇതെല്ലാം നമ്മളൊരു ഇന്റർ കണക്റ്റഡ്നെസ് ഉണ്ട്. സാഹിത്യമാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും പെയിന്റിങ് ആണെങ്കിലും ഇതിൻ്റെ ഒരു ഇന്റർ കണക്റ്റഡ്നെസ് ഉണ്ട്. ഇത് എല്ലാത്തിലും കാതലായിട്ടുള്ള ചില സാധനങ്ങൾ, ഒരു ഇൻവിസിബിൾ കണക്ട് എന്നുള്ള രീതിയിലുള്ള സംഭവം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ അപ്പോൾ അദ്ദേഹത്തിന് ധ്രുപദ് മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ധ്രുപദ് മ്യൂസിക്കിന് അതിനെ കുറിച്ചിട്ട് കുറേ സംസാരിക്കും. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ മ്യൂസിക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നത്. സിനിമയിൽ എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത് അത് ഈ ഒരു മ്യൂസിക്കിന്റെ രീതിയിലായിരിക്കും അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിന്റെ പ്രോസസ്സ് നല്ല രസമായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും ക്യാമറ എടുത്തിട്ട് അതേപോലെ സ്ക്രിപ്റ്റിനൊന്നും ആവശ്യമില്ല, നിങ്ങൾ ആർക്കും ഷൂട്ട് ചെയ്തോളൂ, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ പോകുന്നു, ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണ നമ്മൾ തിരക്കഥയൊക്കെ എഴുതിയിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതേപോലെ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു തനതായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്. ഇപ്പോൾ സാഹിത്യത്തിൽ നിന്നും മറ്റൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇതെല്ലാം ഇന്റഗ്രേറ്റഡ് ആണ്. പക്ഷെ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു വ്യക്തിത്വം. ഇത് ചിലപ്പോൾ സിനിമ തന്നെ ചെയ്യുന്ന സമയത്തായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭാഷണത്തിനിടയിൽ ഇത് പറഞ്ഞു, നിങ്ങളുടെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു കൂടിയായിട്ട് പെർഫോമൻസ് പോലെ ആയിരിക്കണം, ഒരു നങ്ങിയാർകൂത്ത് പെർഫോമൻസ് പോലെ ആയിരിക്കും എന്നൊരു പറയണ്ടേ. അപ്പോൾ ഞാൻ ആ സമയത്ത് കൂടിയായിട്ടും കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് കേട്ടും വായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതല്ല, അതിനെക്കുറിച്ച് നേരിട്ട് കാണുവാൻ പറ്റുള്ളായിരുന്നില്ല. അപ്പോൾ ഇതെന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബേസിക്കലി കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ സംസ്കൃത നാടകമാണ്, ഏഷ്യൻ സാൻസ്ക്രിറ്റ് തിയേറ്ററാണ്. ബാസന്റെയോ കാളിദാസന്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാൻസ്ക്രിറ്റ് പ്ലേസ് എടുത്തിട്ട്, പക്ഷെ ഇതിൽ ആക്ടേഴ്സ് വളരെയധികം ഇംപ്രൈസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ രാമായണത്തിൽ എല്ലാവർക്കും അറിയുന്ന കഥകളായിരിക്കും, രാമായണത്തിലും മഹാഭാരതത്തിലെ കഥകളായിരിക്കും, ആക്ടുകളായിരിക്കും. അപ്പോൾ ഇതിനനുസരിച്ച് പക്ഷേ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ പ്ലേ ഉണ്ടെങ്കിൽ ഇതിൽ ഡയലോഗ്സ് ഉണ്ടായിരിക്കില്ല. ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് 2 വരികളിലായിരിക്കും ഇതിൻ്റെ ഡയലോഗ്സോ അല്ലെങ്കിൽ വേഴ്സസോ പദ്യങ്ങളോ ഉണ്ടായിരിക്കും.
അപ്പോൾ അതുവരെ ഈ നാടകത്തിൻ്റെതായിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുദ്രകൾ, കോറിയോഗ്രാഫി, ഡാൻസ് മൂവ്മെന്റ്സ്, ഇതിലൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതായിരിക്കും. അപ്പോൾ ഈ നാടകത്തിൻ്റെതായിട്ടുള്ള ശബ്ദ കണ്ടുപിടിക്കാൻ കൂടിയോട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമയിലും സിമിലറാണ്. ഇതിൻ്റെ ഒരു സോൾ കണ്ടുപിടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു സിനിമ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമേജസ് ആൻഡ് സൗണ്ട്സാണ്. ഇമേജസ് ആൻഡ് സൗണ്ട്സ് ഇത് വെച്ചിട്ട് മാത്രം നമുക്ക് ഇങ്ങനെ സിനിമ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഒരു മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ശബ്ദങ്ങളും അതുപോലെ വിഷ്വൽസുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഡയലോഗ്ലെസ് ആയിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടി ഒരു വേറെ രീതിയിൽ സിനിമാറ്റിക് എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നീട് ഞാൻ വേണുജിൻ്റെ അവിടെ വരെയും അദ്ദേഹത്തിൻ്റെ പ്ലേസും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണി. ഞാൻ ആദ്യം വേണുജിനെ വെച്ചിട്ട് ഡോക്യുമെൻ്ററി ചെയ്യാനൊരു പ്ലാനായിരുന്നു, സ്ക്രിപ്റ്റും മറ്റൊക്കെ ചെയ്തിട്ടായിരുന്നു. പക്ഷെ അത് വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ പിന്നീട് ഞാൻ കപിലനെ വെച്ചിട്ട് ബേസിക്കലി ആ ഒരു കൂടിയാട്ടം എന്നുള്ളൊരു ആർട്ട് ഫോമിനെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു, ഒരു ആലോചനയായിരുന്നു. അപ്പോൾ നമ്മൾ കോൺഷ്യസ്ലി ആദ്യം തന്നെ ചെയ്തത് ഈ ഡയലോഗ്സ് ഒക്കെ എടുത്തു കളയാനാണ്. ഇതിൽ ഇന്റർവ്യൂ അത്തരത്തിലുള്ള സംഭവങ്ങളോ ടോക്കിംഗ് ഹെഡ്സോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു ലോകത്തിലെ ആർക്കും കണ്ടിട്ടങ്ങ് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ആർട്ട് ഫോം ആയിട്ടുള്ള രീതിയിൽ ഒരു സെൻഷ്യസ് എക്സ്പീരിയൻസ് ആയിട്ട് മാറണം എന്നുള്ള ആലോചനയിലായിരുന്നു. അപ്പോൾ ഇത് കാരണം തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഡോക്യുമെന്ററി എന്നുള്ള രീതി അതിനൊരു ഫീച്ചർ ഫിലിമിൽ എടുക്കേണ്ട അത്രയ്ക്ക് പണി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ ഒരു മിക്സിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ബോംബെയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5.1 മിക്സ് സംഭവം. കാരണം ആ ഒരു രീതിയിലൊരു ശബ്ദങ്ങൾക്കും അതുപോലെ തന്നെ വിഷ്വൽസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു ഡോക്യുമെന്ററി നിർമ്മാണത്തിലും ചെയ്തത്. കാരണം എനിക്ക് ചില ഇപ്പോൾ സിനിമയിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് നമുക്ക് തോന്നുന്ന പറ്റി ചെയ്തു. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധ്വനി എന്ന് പറഞ്ഞിട്ടുള്ള ധ്വനി പ്രിൻസിപ്പിൾ. ഇപ്പോൾ നമ്മളെല്ലാവരും ക്ലാസ് റൂമിലൊക്കെ പഠിക്കും. പക്ഷെ കൂടിയാട്ടത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയാട്ടത്തിലാണ് ആദ്യമായിട്ട് ധ്വനി പ്രയോഗം ചെയ്തിട്ടുണ്ടായിരുന്നു. ധ്വനി സാഹിത്യത്തിലുണ്ടായിരുന്നു, പക്ഷെ അത് സിനിമയിൽ നാടകത്തിൽ ആദ്യമായിട്ട് പ്രയോഗിച്ചത് കൂടിയാട്ടത്തിലാണ്. അപ്പോൾ ഇത് നമ്മൾ സിനിമയിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? കാരണം ധ്വനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസണൻസ് അല്ലെങ്കിൽ സജസ്റ്റീവ്നെസ് ഉള്ളതാണ്. അപ്പോൾ ഒരു സജസ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സിനിമ എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ഒരു കഥ പറയുന്ന സമയത്ത് മുഴുവൻ കഥ പറയല്ല, അതിലൊരു ചെറിയൊരു ഭാവനയ്ക്കൊരു സ്പേസ് വേണം. പ്രേക്ഷകന് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സായിരുന്നു. അപ്പോൾ അതിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിൽ പ്രശസ്തമായിട്ടൊരു ഓൾഡസ്റ്റ് ഫിലിം ഫെസ്റ്റിവൽ യൂറോപ്പ് വിഷൻ സ്റ്റോറിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സ്പെഷ്യൽ മെൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുശേഷം ആണ് ഞാൻ അടുത്ത സിനിമ ചെയ്യുന്നത്, ഏതൻ എന്ന് പറഞ്ഞത്. ഏതൻ ഞാൻ ആ സമയത്ത് കോട്ടയത്ത് പഠിപ്പിക്കുകയായിരുന്നു. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് അവിടെ ജോയിൻ. അപ്പോൾ അവിടെ ഒരു 2 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് കോട്ടയം ഞാൻ പരിചയപ്പെടുന്നത്. അവിടെ കുറേ യാത്രകൾ ചെയ്യുന്ന സ്ഥലം, നാട്ടുകാർ. അപ്പോൾ ഹരീഷിൻ്റെ കഥകളും ആ സമയത്താണ് വായിക്കുന്നത്. അപ്പോൾ ഹരീഷിൻ്റെ കഥകൾ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. കാരണം ഒരു ഹൈക്കും കവിതയൊക്കെ പോലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ്, വളരെ ഒബ്സർവേഷണൽ ലാംഗ്വേജ്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ്. നമുക്കൊരു രാത്രിനെ കുറിച്ച് ഡിസ്ക്രിപ്റ്റ് ചെയ്യണം, നമുക്ക് ശരിക്കും ആ രാത്രി ഫീൽ ചെയ്യാൻ പറ്റും. ഒരു വയലിലൂടെ നടന്നു പോകുന്നത് അല്ലെങ്കിൽ തന്നെ കുത്തുപിടിക്കുന്നു, മറ്റു സംഭവങ്ങൾ പോലെ. അതെ അവരതുകൂടെ നടന്നുകൊണ്ടുണ്ട്. അതെ. അപ്പോൾ ഇത് ആ കോട്ടയത്തിന്റെ തന്നെ ആ ഒരു ഭൂമിയിൽ പശ്ചാത്തലത്തിൽ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ വളരെ ഒരു മാജിക്കൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകളും ഒക്കെ ആയിരുന്നു ഹരീഷിൻ്റെ. അതായത് എല്ലാം റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയിട്ടുള്ള റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടൊരു മാജിക് കൊണ്ട് ഇത് ഭയങ്കര ഒരു ഫാന്റസി ലോകം നമ്മുടെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ ഈ 3 കഥകൾ വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു തിരക്കഥയും മറ്റൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം ഹരീഷ് അതിനെ കുറച്ചുകൂടി അതിന് പോളിഷ് ചെയ്ത് ഡയലോഗ്സ് ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് പിന്നീടാണ് അതിൻ്റെ ഒരു സിനിമയും ഷൂട്ടിങ്ങും ഒക്കെ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം IFFK-യിലായിരുന്നു അത് അതിൻ്റെ ഒരു ആദ്യ പ്രദർശനവും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹിത്യത്തിനോടനുബന്ധിച്ചിട്ട് എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്കുകൾ പക്ഷെ സിനിമയിൽ ചിലപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല. ഇപ്പോൾ ഹരീഷ് ചിലപ്പോൾ ചപ്പാത്തിലെ കൊലപാതകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്ത് എന്ന് വെച്ചാൽ കാൾവേർഡ് എന്നാണ് അർത്ഥം. ഡിപ്രഷൻ ഇൻകം ചില വാട്ടർ ടു ഫ്ലോ ബൈ, ഇതാണ് ചപ്പാത്തിൻ്റെ അർത്ഥം.
അപ്പോൾ പക്ഷേ ഈ ചപ്പാത്തിലെ കൊലപാതകം എന്നുള്ളൊരു ആ ടൈറ്റിൽ വരുന്ന സമയത്ത് ഒരു ഭയങ്കര മിസ്റ്ററിയും മറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മനസ്സിലൊരു മിസ്റ്ററിയും ഒക്കെ ആയിട്ടുണ്ട്. ഈ സിനിമയിൽ നമ്മൾക്കൊരു ഈ ചപ്പാത്തിലെ കൊലപാതകത്തിൽ ചപ്പാത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു മിസ്റ്ററി വരുന്നില്ല. കാരണം അതൊരു കഴിവോട്ടാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു മിസ്റ്ററിയോ സംഭവങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇതിന് പക്ഷെ ഒരു ഇമോഷണൽ പോർഷൻ ഉണ്ട്. ആ വാക്കിന് ഒരു ഇമോഷണൽ പോർഷൻ ഉണ്ട്. അത് ഇവോക്ക് ചെയ്യുന്ന ഒരു തരം ഇമോഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഇമോഷൻ നമ്മുടെ സിനിമയിലും കണ്ടുപിടിക്കണം. അപ്പോൾ ഞങ്ങളത് അത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം തന്നെ കുറേ ആലോചനകളുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ക്വാറി, ഒരു വളരെ ഞാൻ ഈ സ്റ്റുഡിയോക്ക് പാടാൻ സമയത്ത് ഒരു വലിയൊരു ക്വാറി ഉണ്ടായിരുന്നു. വലിയ നീളത്തിലുള്ളൊരു ക്വാറി സംഭവം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു കൊലപാതകത്തിൻ്റെ സീനും മറ്റൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആ റോഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഏകദേശം നീണ്ടു തുറന്ന് എടുക്കണം. അപ്പോൾ ഒരു വലിയ ട്രാക്കിലായിരുന്നു, ഒരു 2 മിനിറ്റ് നടക്കുന്ന ഒരു ട്രാക്കിലാണ് ഈ ഒരു മൊത്തം ഡയലോഗ്സ് ആവുന്നത്. ഈ ഒരു ക്വാറിയിലാണ് ഈ ഒരു കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ ഈ ചിലപ്പോൾ നമ്മളതിനെ ക്രിയേറ്റീവ്ലി ഇടപെടുന്നതായിരിക്കും. ഇപ്പോൾ സാഹിത്യത്തിൽ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് അപ്പാടെ സിനിമയിലേക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, പക്ഷേ ആ ഒരു ഇമോഷണൽ പോർഷനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, ആ റൈറ്ററിൻ്റെ വിഷയത്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പക്ഷേ നമ്മളതിനെ വേറെ രീതി ചെയ്തിട്ടുണ്ടെങ്കിലായിരിക്കും അതൊരു സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ ഒരു കഥ ഉണ്ടായിരുന്നു, മാന്ത്രികവാൽ എന്ന് പറഞ്ഞിട്ടുള്ള കഥ ഉണ്ടായിരുന്നു. മാന്ത്രികവാലിൽ അത് ഹരീഷ് പറഞ്ഞിട്ട് ഹരീഷിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. ഒരു നേഴ്സായിട്ടുള്ള പെൺകുട്ടി, അവർ ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയത്തേക്ക് വരുന്നത്. അപ്പോൾ ഒരു അച്ഛൻ മരിച്ചു. അപ്പോൾ അച്ഛൻ്റെ ഡെഡ് ബോഡി കൊണ്ടാണ് വരുന്നത്. ഇതാണ് കഥയുടെ ഒരു രാത്രിയിലത്തെ കഥ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഭയങ്കര രസമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, ഈ റൂട്ടൊക്കെ നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള കേരളത്തിലേക്കുള്ള യാത്രയൊക്കെ. അപ്പോൾ ഞാൻ അവിടെ ബാംഗ്ലൂർ ടൗണിൽ നിന്ന് ഹൊസൂർക്ക് പോകുന്ന വഴിയുണ്ട്. അപ്പോൾ ഈ ഹരീഷ് എഴുതിയിരിക്കുന്ന നമുക്കൊരു ഷോർട്ട് കട്ട് എടുക്കാം. ഈ ഷോർട്ട് കട്ട് എടുക്കുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താം. പക്ഷേ ആകെ ഒരു പ്രശ്നമുള്ള അതിന് അപ്പുറത്ത് വണ്ടി വന്നാൽ നമ്മൾ പെട്ടുപോകും. പിന്നെ ഇത് കുറച്ച് വിജയനായിട്ടുള്ള സ്ഥലമായാലും നമുക്കൊന്നും അറിയില്ല. ഇങ്ങനത്തെ ഒരു ചെറിയ ഡയലോഗാണ്. ഇതൊരു രസമായിട്ടൊരു മിസ്റ്ററി സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ബാംഗ്ലൂർ റിക്കിയുടെ ഭാഗമായിട്ട് ചെന്നിട്ട് അവരുടെ ചോദിച്ചു നമുക്ക് ഹൊസൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ടോ അങ്ങനെ ഒന്നും. ശരിക്കും അങ്ങനെ ഷോർട്ട് കട്ടൊന്നും ഇല്ല. അതൊരു ഷോർട്ട് കട്ടിന് ഇതിനെ വെച്ച് പോകാൻ നല്ല ഹൈവേ നീണ്ടിട്ട് എടുക്കല്ലോ, പെട്ടെന്ന് അവിടെ എത്തിക്കോളും. അപ്പോൾ ഈ നമ്മളിതൊരു ഫിക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ചിലപ്പോൾ ജേർണലിസമായിട്ടോ അല്ലെങ്കിൽ റിയൽ ലൈഫായിട്ടോ അങ്ങനെ ബന്ധം ഉണ്ടാകുന്നില്ല. കുറച്ചും കൂടി ഒരു ചിലപ്പോൾ നോണകൾ പറയുന്നതായിരിക്കും ഫിക്ഷൻ കുറച്ചും കൂടി സംബന്ധിച്ചത്. അതിൻ്റെ ഒരു സത്യം വേറെ രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ആ സിനിമയിലും വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. സിനിമയിൽ ആ ജേർണി മാപ്പ് ചെയ്തതും പല സ്ഥലങ്ങളിൽ കൂടെ പോകുന്നതും ഒക്കെ അവിടെ നിന്നുള്ള ഒരു യാത്ര തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ എന്നുള്ള രീതിയിൽ ഒരു തിരക്കഥ, അതൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടായിരുന്നു ഹരീഷ് എഴുതിയിട്ടുള്ള കഥകളുണ്ടായിരുന്നു, 3 കഥകൾ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളൊരു സിനിമ എന്നുള്ള രീതിയിൽ അത് ചെയ്യുന്നത്, ഒരു തിരക്കഥ സിനിമ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഒരു ഫീച്ചർ ഫിലിമിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും. അപ്പോൾ നമ്മളത് സിനിമ കാണിക്കാൻ പറ്റിയ എനിക്ക് കുറച്ചും കൂടി പറയായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇതായിരുന്നു. പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സിനിമയിൽ വാചിക പ്രകടനം എത്ര കണ്ട് ആവശ്യം? കാരണം പഴയ കാലത്ത് നമ്മൾ സിനിമ മുഴുവൻ വാചിക വരും, ഡയലോഗ് വീരന്മാരായിരുന്നു നമ്മൾ സിനിമയെ ഭരിച്ചുകൊണ്ടിരിക്കും. സിനിമ വിഷ്വലൈസ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങളുടെ സങ്കല്പത്തിൽ സിനിമയിൽ എത്ര കണ്ട് ഡയലോഗ് ആവശ്യം? അതുപോലെ സിനിമ ഡയലോഗ് ഇല്ലാത്ത സിനിമകൾ തന്നെ ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് ഹരീഷിന്റെ ഡയലോഗുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹരീഷ് എഴുതുന്ന ഡയലോഗ്സും ഒക്കെ അത് വളരെ കാച്ചി കുറുക്കിയിട്ടുള്ള ഡയലോഗുകളും ഒക്കെയാണ്. ഇപ്പോൾ ഹരീഷ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിലുള്ളത് അതുപോലത്തെ ഡയലോഗ്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിനൊരു ഇപ്പോൾ സിനിമയിലെ ഡയലോഗ് റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജീവിതത്തിൽ എപ്പോൾ വളരെ നോർമേറ്റീവായിട്ട് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരാളെ കണ്ടു, സുഖാണോ, ഭക്ഷണം കഴിച്ചോ, ഇത്തരത്തിലുള്ള സംഭവമൊന്നും സിനിമയിൽ ഉണ്ടായിരിക്കില്ല. ഇതൊക്കെ നമ്മൾ കട്ട് ഷോട്ട് ചെയ്യും. ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഡയലോഗുകൾ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഡയലോഗ് റൈറ്റിംഗ് പ്രോസസ്സാണ്. ഇപ്പോൾ ഹിച്ച്കോക്ക് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡയലോഗ് റൈറ്റിംഗിൽ എപ്പോഴും നുണ പറച്ചിലാണ് ഇതിൽ നടക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങളൊരാളെ കണ്ടു, അവരുടെ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അയാൾ ചോദിച്ചു എങ്ങനെ ഡ്രസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് നുണയായിരിക്കും പറയുന്നതായിരിക്കും, നല്ല ഭംഗിയുണ്ടെന്നായിരിക്കും പറഞ്ഞായിരിക്കും, നിങ്ങൾ ഒരിക്കലും സത്യം പറയില്ല. അപ്പോൾ സിനിമയിലും ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു ഡയലോഗ് റൈറ്റിംഗ് വെച്ചൊരു നുണ പറച്ചിലാണ്. ഇതിനെ പല ഡയറക്ടേഴ്സും പറയുന്നത് ഒരു സെക്കൻഡറി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്.
പ്രൈമറി ആയിട്ടുള്ളത് ഇമേജസും സൗണ്ട്സും ആണ്. ഒരു സെക്കൻഡറി എന്നുള്ള രീതിയിലാണ് ഡയലോഗ്സ് കാണുന്നത്. അപ്പോൾ ഈ ഒരു രീതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൗണ്ട് ഡിസൈൻ എങ്ങനെയാണ്? സൗണ്ട് ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ സൗണ്ടിൻ്റെ ഒരു ഡിസൈനും ഇത് ചെയ്യുന്നത്. സൗണ്ട് ഡിസൈൻ പ്രധാനപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പലപ്പോഴും നമ്മൾ സിനിമയിൽ ശബ്ദം അങ്ങനെ കേൾക്കാറില്ല. എസ്പെഷ്യലി മലയാള സിനിമയിലൊക്കെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കി സൗണ്ടുകളൊന്നും കേൾക്കില്ല. നായകനും നായികയും തമ്മിൽ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ നായകനും സുഹൃത്തും തമ്മിലുള്ള സംഭാഷണം മാത്രമേ അവർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു റിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ശബ്ദം ഇൻ ദ സെൻസ് ദാറ്റ് സൗണ്ട് ഇസ് ഇൻവെൻറ്റീവ് റാദർ ദാൻ വിഷ്വൽ. സൗണ്ട് ഇസ് ഇൻവെൻറ്റീവ് എന്ന് പറയുന്ന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ കണ്ണടച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ട്രെയിനിൻ്റെ ഒരു വിസിൽ കേൾക്കാച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹോൾ റെയിൽവേ സ്റ്റേഷൻ ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഇമാജിനേറ്റീവ് പവർ ഉണ്ട് ശബ്ദത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് സിനിമയിൽ എന്ന് പറയുന്നത്. ഒരു ശബ്ദവും ഇമേജും രണ്ടും കൂടി വന്നിട്ടുണ്ടെങ്കിലാണ് ഒരു സിനിമയാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് ഡിസൈൻ അത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ കാരണം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഋതത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സിനിമയുടെ ഒരു ഋതം എങ്ങനെയാണ് ഉള്ളത്. ചോദ്യങ്ങൾ ഇപ്പോ സഞ്ജു കോട്ടയത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അതോ സിനിമ മാത്രമായിട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ ഞാൻ കോട്ടയത്ത് വിട്ടു. ഞാനൊരു 2 വർഷം മാത്രം അവിടെ വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽഡ് ചെയ്യണം. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അതെ, അതൊരു ഏറ്റവും പുതിയ ടെക്നോളജി ഒക്കെ, അതായത് വെർച്വൽ പ്രൊഡക്ഷൻ, ഓഗ്മെന്റഡ് റിയാലിറ്റി, ഇത്തരത്തിലുള്ള പുതിയ ടെക്നോളജീസും അതുപോലെ തന്നെ ട്രഡീഷണൽ ഫിലിം കോഴ്സസും ഒക്കെ ഉള്ള ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ പഴയ IIT ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടെയാണ് അത് വിചാരിക്കുന്നത്. ഫാക്കൽറ്റി എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഏജൻസി ഇല്ല സർ, അത് അഹല്യക്ക് വേണ്ടിയിട്ടാണ്. അഹല്യ ഗ്രൂപ്പാണ്. അഹല്യ ഗ്രൂപ്പ് മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനാണ് അതിൻ്റെ ഒരു ലീഡ് കൺസൾട്ടന്റ്. അപ്പോൾ നമ്മൾ ഇത്തവണ കോർപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത മാസം മുതൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടാവും. ടീച്ചിങ് ആണോ അതോ അതൊരു റെസിഡൻഷ്യൽ ഫിലിം സ്കൂളാണ്. ഒരു പ്രോപ്പർ ഫിലിം സ്കൂൾ രണ്ടാഴ്ച കിട്ടുന്ന അത് മിക്ക കോഴ്സുകളുണ്ട്. ശരിയായ മാത്രമല്ല കോഴ്സുകളുണ്ട്. പുതിയ സിനിമ സിനിമയുടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിന്റെ ഷൂട്ടിങ്ങും അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഒരു ഫെസ്റ്റിവൽസിലേക്ക് അയക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഒരു ലിമിറ്റഡ് തിയേറ്റർ റിലീസ് എന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. കിടക്കി ഗാവാണ് പേരിട്ടുള്ളത്. കാരണം അത് ഡൽഹിയിൽ നടക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് കിടക്കി ഗാവ്. അതെ അതെ, മലയാള സിനിമയാണ്. അത് ഡൽഹിയിൽ നടക്കുന്ന കാരണം കിടക്കി ഗാവാണ് പേരിട്ടുള്ളത്. ഡൽഹിയിൽ എവിടെയാണ് പറയുന്നത്? ഡൽഹിയിൽ കിടക്കി ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടക്കുന്നത്. കിടക്കി നേപ്സരായി അത്തരത്തിലുള്ള സ്ഥലത്തിനൊക്കെ അടുത്ത്, സാക്കേത് മോളിനൊക്കെ അടുത്തുള്ള സ്ഥലമാണ്. എല്ലാ വിജയങ്ങളും ഉണ്ടാവാൻ ആശംസിക്കുന്നു. താങ്ക് യു.